വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 28-29 തിരുവചനം. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിലെത്തുന്നുള്ളൂ. തിന്മ ചെയ്തവർ നരകത്തിലേക്കാണ് പ്രവേശിക്കുക എന്ന് വ്യക്തമായി വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ചവരായിരുന്നു. എന്നാൽ അരിമത്യക്കാരൻ യോസേപ്പ് യാതൊന്നും ഉപേക്ഷിച്ചതായി കാണുന്നില്ല. സത്യത്തിൽ യേശുവിനെ പരസ്യമായി ഏറ്റുപറയാൻ പോലും മടിച്ചിരുന്ന യേശുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു അദ്ദേഹം. അതുപോലെ കോർന്നല്യോസ് യാതൊന്നും ഉപേക്ഷിച്ചതായി നമ്മൾ കാണുന്നില്ല. അതെ, നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് നമ്മുടെ കർത്താവ് പറയുകയാണെങ്കിൽ അത് അനുസരിക്കുവാൻ അത്ര എളുപ്പമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് നാം ദൈവത്തെക്കാൾ അധികം നമ്മുടെ സമ്പത്തിനെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയും. അരിമത്യക്കാരൻ യോസേപ്പ് നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായിരുന്നു. മാത്രമല്ല പരീശന്മാരുടെയും പുരോഹിതന്മാരുടെയും ആലോചനകൾക്കും പ്രവൃത്തികൾക്കും അദ്ദേഹം കൂട്ടുനിൽക്കുകയും ചെയ്തില്ല. അതുപോലെ കൊർന്നല്യോസ് രക്ഷ പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തുകയും ചെയ്തു. ആകയാൽ ഇന്ന് നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലെങ്കിലും കൊർന്നല്യോസിൻ്റെയും അരിമത്യക്കാരൻ യോസേപ്പിൻ്റെയും ശ്രേഷ്ഠ ഗുണങ്ങൾ നമ്മിൽ ഉണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം നമ്മെ സ്നേഹിക്കുകയും നാം ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവരെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ് നാം ഓരോരുത്തരും. നമ്മൾ നിന്നതല്ല, നിർത്തിയതാണ്. കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അതിനെ മാറ്റമില്ല. അവിടെ നമ്മളെ വീണ്ടും ഉറപ്പിക്കുകയാണ്. നല്ല ഫലങ്ങൾ പുറപ്പെടുവിപ്പാൻ, നന്മയ്ക്കു പകരം തിന്മ ചെയ്യാതെ നമ്മുടെ ഫലങ്ങൾ നിലനിൽക്കേണ്ടതിനായിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കു നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഈ നോമ്പുകാലം ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള സമയമാണ്. അത് പാഴാക്കാതെ ദൈവത്തിനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. തിരുവചനപ്രകാരം പറയുന്നുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ. 9 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അവിടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, സമാധാനത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ 9 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. സ്നേഹത്തിലായിരിക്കാൻ, സ്നേഹത്തോടെ ജീവിപ്പാൻ നമുക്ക് ഈ നോമ്പുകാലം നമുക്ക് സാധിക്കണം. യേശു അവിടെ ചെയ്ത അത്ഭുതങ്ങൾ അവിടെ പറയുന്നുണ്ട്. കാനാവിലെ കല്യാണത്തിന് അവിടെ വെള്ളത്തെ വീഞ്ഞാക്കിയതും, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതും, പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയതും, കനാന സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുത്തതും, കൂനിയായ സ്ത്രീക്ക് സൗഖ്യമാക്കിയതും, കുരുടന് കാഴ്ച കൊടുത്തതും. അങ്ങനെ നമ്മൾ ഒരാഴ്ചയും നോമ്പുകാലത്തെക്കുറിച്ച് നമ്മൾ അവിടെ കേൾക്കുന്നുണ്ട്. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.